ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ നമ്മുടെ ചാറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇതെല്ലാം ബാക്കപ്പ് ചെയ്യുക എന്നത്. നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ചാറ്റ്സ് എല്ലാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വാട്സപ്പിൽ ചെയ്യുന്ന നമ്മുടെ ചാറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായി ബാക്കപ്പ് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നാൽ പലരും ഈ ഒരു സെറ്റിംഗ് ഓൺ ചെയ്ത് വയ്ക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിൽ അവരുടെ മൊബൈൽ ഫോണെല്ലാം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ഫോണെല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരു ഫോണിൽ നിങ്ങൾ വാട്സപ്പ് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ എല്ലാം മിസ്സാകാനെല്ലാം സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു ഫീച്ചർ ഇത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്ന് നോക്കാം. വളരെ ഈസിയായി വാട്സപ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു സെറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈ ഒരു സെറ്റിംഗ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ചാറ്റ്സ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രീക്വൻസി എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ബാക്കപ്പ് ഓൺ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ നെവർ എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്രകാരമാണ് ഇത് ഫ്രീക്വൻസി എല്ലാം സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ജസ്റ്റ് നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ്. അതായത് നമ്മൾ എപ്പോഴാണോ ബാക്കപ്പ് എന്ന് കൊടുക്കുന്നത് ആ സമയത്ത് മാത്രം ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ് എന്നത്. ഇനി അല്ല എങ്കിൽ ഇതിന് താഴെയായി ഡെയിലി എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ ചാറ്റ്സ് എല്ലാം ഇത് ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിലേക്ക്, അതായത് ഗൂഗിൾ ഡ്രൈവിലേക്കെല്ലാം ഇത് ഓട്ടോമാറ്റിക്കായി സേവ് ആവാനുള്ള ഓപ്ഷനാണ് ഡെയിലി എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഓപ്ഷനായ വീക്ക്ലി എന്നെല്ലാമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ചാറ്റ്സ് എല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ബാക്കപ്പ് ചെയ്യപ്പെടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നമുക്ക് മന്ത്ലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ ഒരു തവണ ഇത്തരത്തിൽ നമ്മുടെ ഈ ചാറ്റ്സ് എല്ലാം ഇതെല്ലാം ബാക്കപ്പ് ചെയ്യും. എന്നാൽ നിങ്ങൾ ഡെയിലി എന്നെല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് വരുന്ന ഈ ചാറ്റ്സ് എല്ലാം ഇതെല്ലാം ബാക്കപ്പ് ചെയ്യപ്പെടും. അതിനാൽ തന്നെ ഞാൻ ഇവിടെ ഡെയിലി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൂസ് ആൻ അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് എല്ലാം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഡെയിലി എന്ന് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായി നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം ഗൂഗിൾ അക്കൗണ്ട് എന്നത്. ഇവിടെ നൺ സെലക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതുവരെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റായി സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ കണ്ട ഓപ്ഷൻ ഇപ്പോൾ വീണ്ടും പോപ്പപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ജിമെയിൽ ഐ ഡി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് ഐ ഡിയിലേക്കാണ് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ചാറ്റ് ബാക്കപ്പ് ചെയ്യേണ്ടത്, ആ ഒരു ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓതൻറ്റിക്കേറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് എല്ലാം വരുന്നുണ്ട്. അതായത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇത് വാട്സപ്പ് ആക്സസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ആക്സസ് അലോ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ ഈ ഒരു ജിമെയിൽ ഐ ഡി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഇവിടെ ഈ ബാക്കപ്പ് എന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ബാക്കപ്പ് ആകും. ഇനി അല്ല നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡെയിലി ഓട്ടോമാറ്റിക്കായി തന്നെ ഇത് ബാക്കപ്പ് ആവണമെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി ഇതെല്ലാം തന്നെ സ്റ്റോർ ആകും. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ എല്ലാം നഷ്ടമാവുകയാണെങ്കിലും, അതായത് നിങ്ങൾ മറ്റൊരു ഫോണിൽ നിങ്ങളുടെ വാട്സപ്പ് എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്തു വച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം റീസ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് എല്ലാം റിട്രീവ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ വാട്സപ്പിൽ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്